ഞാൻ എൻ്റെ പേര് മത്തായി എന്നാണ്. എൻ്റെ മാതാവും പിതാവും ഔസേപ്പൻ റോസ് എന്നാണ്. ഞങ്ങൾ മൂന്ന് മക്കളാണ്. 2 സഹോദരിയും ഞാനുമാണ്. സഹോദരിയും സഹോദരന്മാരും എല്ലാം മരിച്ച് അടക്കപ്പെട്ട് അവർ ദിവസേനയിൽ ജീവിക്കുന്നു. അവർ ഞങ്ങൾ കത്തോലിക്ക വിശ്വാസികളായിരുന്നു. ഞങ്ങൾ ലോകത്തിൻ്റെ എപ്രകാരം ഇങ്ങനെ മന്ത്രവാദം ചെയ്തു ക്രിസ്ത്യാനികളാണെന്ന് പറയുകയും മന്ത്രവാദം ചെയ്യുകയും പിന്നെ വിഗ്രഹാരാധന പറഞ്ഞ് ലോകത്തിലുള്ള പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ പോവുകയും ഒക്കെ ചെയ്തോട് ഞാനങ്ങനെ ഇരിക്കുമ്പോൾ കോട്ടയത്തിൽ ജോലി കിട്ടി. ഒരു കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ മുതലാളിമാരുടെ കൂടെ ലോകത്തിൽ എന്തെല്ലാം ഇമ്പങ്ങളും ജീവിതങ്ങളുണ്ടോ, വ്യഭിചാരങ്ങളുണ്ടോ, പിടിച്ചുപറിയുണ്ടോ, അങ്ങനെ എല്ലാ തുറമുഖയിലും പിന്നെ പാപം ചെയ്ത് പച്ചവെള്ളം പോലെ 24 മണിക്കൂറും മദ്യം കുടിച്ച് മുതലാളിമാരുടെ കൂടെ ജീവിച്ചു പോകുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ രാത്രി 12-1 മണിയാകുമ്പോഴേക്കാണ് ഞാൻ വീട്ടിൽ വരുന്നത്. എനിക്ക് 4 പിള്ളേരുണ്ട്. ഞങ്ങൾ ജീവിക്കുന്ന സമയത്താണ് ഞാൻ കോട്ടയത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു മാരക രോഗം രക്തശബ്ദത്തിൽ പിടിയപ്പെട്ടു. ഞാൻ ആ രക്തശബ്ദത്തിൽ നിന്ന് എന്നെ കോട്ടയത്ത് 65 മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോവുകയും അവിടെ 5-10 ദിവസം കിടക്കുകയും സ്കാൻ ചെയ്ത് അത് അന്ന് കുറഞ്ഞ് വീണ്ടും ഞാൻ കടയിൽ പണിക്കുവാൻ തുടങ്ങി. ഇനി മദ്യം കുടിക്കരുതെന്ന് പറഞ്ഞ് അങ്ങനെ ലിവറിന് തകരാറാണെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ മദ്യം കുടിയൊന്നുമില്ലാതെ കടയിൽ ജോലി ചെയ്ത് പിന്നെയും വരുന്ന സമയത്താണ് എനിക്ക് 2ാം പ്രാവശ്യം 74-ൽ വീണ്ടും എനിക്ക് രക്തശബ്ദമുണ്ടാകുകയും എന്നെ കറണ്ടടിക്കുകയും ഞാൻ കറണ്ടടിച്ച് തറയിൽ വീഴുകയും അവിടെ നിന്ന് എന്നെ എടുത്ത് ഇടിച്ച് എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി രക്തശബ്ദം അതോടെ ഉണ്ടാകുകയും ഞാൻ മെഡിക്കൽ കോളേജിൽ കോട്ടയം ആശുപത്രി കിടന്ന് 2 ദിവസം കിടന്ന് അവിടെ നിന്ന് അവർ പറഞ്ഞ് ഇവിടെ രക്ഷയില്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി അവിടെ 60 ദിവസം കിടക്കുകയും അവിടുന്ന് പിന്നെ എൻ്റെ 2 കൈകളിലും ഒരു കൈയിൽ പിന്നെ മരുന്നും ഒരു കൈ രക്തവും അങ്ങനെ 7 കുപ്പി രക്തം എൻ്റെ ശരീരത്തിൽ കയറ്റിയ മൂക്കിടെ ട്യൂബിട്ട് ഭക്ഷണം കഴിക്കാൻ മേല ട്യൂബിയുടെ ആഹാരം പാലും വെള്ളമൊക്കെന്നാണ് കഴിക്കുന്നത്. ഇനി ഛർദ്ദിച്ചാൽ മരിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. ഞങ്ങളിങ്ങനെ അവിടെ കിടക്കുമ്പോൾ അനേക കഷ്ടങ്ങളും പ്രയാസം വേദനകളിലും ഞങ്ങളുടെ മാതാവും പിതാവും പ്രായമുള്ളവരാണ്. എൻ്റെ ദാസി മാത്രമാണ് എന്നെ സഹായിക്കാനുള്ളത്. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ് വരുന്ന സമയത്താണ് പിന്നെ അതിലെ കർത്താവിൻ്റെ ദാസന്മാർ ഇങ്ങനെ ലഘുലേഖ കൊടുത്ത് വരുമ്പോൾ എൻ്റെ യോനാൻ്റെ സുവിശേഷവും യാക്കോബിൻ്റെ സുവിശേഷവും ഒരു പുസ്തകം കിട്ടി. അപ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ അവിടെ കടന്നു വരുന്ന മാർത്തോമാ വിശ്വാസിയാണ്. പുള്ളി ഒരു കൂട്ടായ്മയിൽ പോണ വിശ്വാസിയാണ്. ആ പുള്ളി പറഞ്ഞ് മത്തായിനെ പരിശോധിച്ച ഡോക്ടർമാർ കളത്തിപ്പടിയിലുള്ള ഡോക്ടറാണ്, ചാക്കോ വാരിയിലാണ്. ഞങ്ങൾ ഒന്നിച്ച് തല്ലിക്കളിച്ച് വളർന്നവരാണ്. ആ സാറിൻ്റെ സഹായത്താൽ രക്തമൊക്കെ ദാനമായിട്ട് കിട്ടി. അന്ന് ഈ രക്തമൊക്കെ കുത്തിവെച്ച് കുഞ്ഞ് കുടിക്കരുത്, മത്തായി ഇനി ഛർദ്ദിച്ചാൽ മരിച്ചു പോകും, ഇനി മത്തായിക്ക് വലിയൊരു ഓപ്പറേഷൻ ഉണ്ട്, അത് വെല്ലൂർക്ക് പോകണം, ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല, ഒത്തിരി പൈസ ആകുക എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുതലാളിയോട് പറഞ്ഞ്. അപ്പോൾ ഞങ്ങളുടെ മുതലാളി എൻ്റെ ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ നോക്കി എൻ്റെ വീട്ടിലെ മാതാവിൻ്റെയും കുഞ്ഞുങ്ങളൊക്കെ 4 പിള്ളേരും കുഞ്ഞുങ്ങളാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട്ടിലെ കാര്യങ്ങളോ ഭക്ഷണമൊക്കെ ഞങ്ങളുടെ മുതലാളിയാണ് മേടിച്ചു കൊടുക്കുന്നത്. എൻ്റെ വീട്ടിൽ ആശുപത്രിയിലെ ചിലവെല്ലാം മുതലാളിയാണ്. മുതലാളിക്കൊരു മോനുണ്ട്. ആ മോൻ കാലത്തും വൈകിട്ടും എല്ലാ ദിവസവും രാവിലെയുമായിട്ടും അവിടെ കൊണ്ടുവരികയും ഇങ്ങനെ മുന്തിരിങ്ങായും ഓറഞ്ചൊക്കെ മേടിച്ച് തരികയും അവർ സ്വന്തം സഹോദരനെ പോലെ എന്നെ പരിപാലിച്ച് അതുപോലെയാണ് ഞാൻ മുതലാളിയുടെ കൂടെ നിന്നത്. അതുകൊണ്ട് അവരത് ചെയ്ത് ഞങ്ങളുടെ വീട്ടുകാര്യങ്ങളും ആശുകാരും എല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നല്ല ലേഖനക്കാർ വരികയും അവിടുന്ന് അതിനെ വായിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ ഈ ഡോക്ടർ പറഞ്ഞ ഹാർട്ടിന് വലിയൊരു ഓപ്പറേഷൻ ഉണ്ട്, അതിൽ വലിയൊരു പോകണം.